നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഡൽഹിയിലടക്കം IRS ഉദ്യോഗസ്ഥൻ്റെ മകളെ വീടിനുള്ളിൽ അതിക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയത് രാജ്യ തലസ്ഥാനത്തെ നടുക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഒഡീഷയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്ത. ഒഡീഷയിലെ തലസ്ഥാനമായ ഭുവനേശ്വറിൽ പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറി MBA വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച സംഭവത്തിൽ ഇപ്പോൾ ഒരു 67-കാരനാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഒരു ഹോസ്റ്റലിനുള്ളിലേക്ക്, അതായത് നിരവധി ഇത്തരത്തിലുള്ള കുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലിനുള്ളിലേക്ക് കയറിയാണ് ഇയാൾ പീഡിപ്പിച്ചിരിക്കുന്നത്. ഹോസ്റ്റലിന് സമീപം പലചരക്ക് കട നടത്തുന്ന ദീപക് പ്രധാൻ എന്ന ആളെയാണ് ഇൻഫോ വാലി പോലീസ് പിടികൂടിയിരിക്കുന്നത്. നഗരത്തിലെ ഗംഗാപത പ്രദേശത്താണ് സംഭവം. ഛത്തീസ്ഗഡിലെ ബിലാസ്പൂർ സ്വദേശിനിയായ വിദ്യാർത്ഥിനിയാണ് ക്രൂരതയ്ക്ക് ഇരയായത്. ഹോസ്റ്റലിനോട് ചേർന്ന് കട നടത്തുന്ന പ്രതി സുരക്ഷാ ക്രമീകരണങ്ങൾ മറികടന്ന് അകത്ത് പ്രവേശിക്കുകയും പെൺകുട്ടിയെ പീഡിപ്പിക്കുകയുമായിരുന്നു. ഭയന്നുപോയ വിദ്യാർത്ഥിനി പിന്നീട് പോലീസിനെ സമീപിച്ച് പരാതി നൽകി. ഇൻഫോ വാലി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ ഉടൻ കസ്റ്റഡിയിലെടുത്തു. പീഡനത്തിനിരയായ പെൺകുട്ടിയെ പോലീസ് വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കി. അതീവ സുരക്ഷയുള്ള പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ പ്രതി എങ്ങനെ പ്രവേശിച്ചു എന്നതിനെക്കുറിച്ചും പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഹോസ്റ്റലിലെ സുരക്ഷാ വീഴ്ചകളെക്കുറിച്ചും പോലീസ് വിശദീകരണം തേടും. ചോദ്യം ചെയ്യലിന് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുമെന്നും പോലീസ് അറിയിച്ചു. ഏപ്രിൽ 24-നാണ് ഞെട്ടിപ്പിക്കുന്ന ഈ സംഭവം നടന്നത്. കൂടെ താമസിക്കുന്ന കുട്ടി സാധനങ്ങൾ വാങ്ങാൻ പുറത്തുപോയ സമയത്താണ് 67-കാരൻ ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറിയത്. സംഭവത്തിന് പിന്നാലെ പെൺകുട്ടി ഇൻഫോ വാലി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിനെ തുടർന്നും കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. കുട്ടിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. പിന്നാലെയാണ് ദീപക് പ്രധാനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. BNS സെക്ഷൻ 64(1), 62 എന്നിവ പ്രകാരം ബലാത്സംഗ കുറ്റമാണ് ചുമത്തിയത്. പ്രഥമ ദൃഷ്ട്യാ തെളിവുകൾ ലഭിച്ചതിനെ തുടർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തതെന്നും പോലീസ് പറഞ്ഞു. സമീപത്തെ CCTV ദൃശ്യങ്ങളുടെയും മറ്റ് സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ പെൺകുട്ടിയുടെ പരാതി ശരിയാണെന്ന് ബോധ്യപ്പെട്ടതായി പോലീസ് അറിയിച്ചു. പുറത്തുനിന്നുള്ള വ്യക്തിക്ക് എങ്ങനെ സുരക്ഷാ സംവിധാനങ്ങൾ മറികടന്ന് വനിതാ ഹോസ്റ്റലിൽ പ്രവേശിക്കാൻ കഴിഞ്ഞുവെന്ന കാര്യത്തിലും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഹോസ്റ്റലിലെ സുരക്ഷാ വീഴ്ചയിലും വിശദമായ അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചു. ചോദ്യം ചെയ്യലിന് ശേഷം പ്രതിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഹോസ്റ്റലിലെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു പലചരക്ക് കട നടത്തുന്ന ആളായതിനാൽ തന്നെ പല വിദ്യാർത്ഥികളും അവിടെ വന്നു പോകുന്നതും അതുപോലെ തന്നെ ഈ ഹോസ്റ്റലിന് എത്രത്തോളം സുരക്ഷിതത്വം ഉണ്ട് എന്നുള്ളത് ഇയാൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു ദിവസം ഇയാൾ കടന്നു കയറിപ്പോയി ഇത്തരത്തിൽ റൂമിനുള്ളിൽ പ്രവേശിച്ച് അവിടെ ഉണ്ടായിരുന്നൊരു വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. വളരെ ഞെട്ടലുണ്ടാക്കുന്ന വാർത്തകളാണ്. കാരണം ഒരുപാട് പെൺകുട്ടികളാണ്, അതുപോലെ തന്നെ സ്ത്രീകളാണ് പഠന ആവശ്യത്തിനും ജോലി ആവശ്യത്തിനുമായിട്ട് ഇത്തരത്തിലുള്ള ഹോസ്റ്റലുകളിൽ നിൽക്കുന്നത്. അപ്പോൾ അവരുടെയൊക്കെ തന്നെ സുരക്ഷ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഒരു ചോദ്യമാണ് ഉയരുന്നത്. മാത്രമല്ല, ഈ ഒരു ഹോസ്റ്റൽ അവിടെ സെക്യൂരിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ലേ, അല്ലെങ്കിൽ അടച്ചുറപ്പുണ്ടായിരുന്നില്ലേ എന്നുള്ള ചോദ്യങ്ങൾ കൂടി ഉയരുന്നുണ്ട്. ഏതായാലും പോലീസ് വിശദമായി തന്നെ അന്വേഷണം നടത്തുന്നുണ്ട്. പ്രതി പിടിയിലായിട്ടുണ്ട്. പ്രതിയിൽ നിന്ന് കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് മാത്രമായിരിക്കും കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരികയുള്ളൂ.